വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 25 വരെ. ലൂക്കോസ് 1:5 മുതൽ. യഹൂദ്യയിലെ രാജാവായ ഹെരോദേസിന്റെ കാലത്ത് അബിയാഗണത്തിൽ സഖറിയ എന്നു പേരുള്ള ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ വംശത്തിൽപ്പെട്ട എലിസബേത്തായിരുന്നു. അവർ രണ്ടുപേരും ദൈവമുമ്പാകെ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളും നിയമങ്ങളും കുറ്റമില്ലാതെ പാലിക്കുന്നവരും ആയിരുന്നു. എലിസബേത്ത് വന്ധ്യയായിരുന്നതിനാൽ അവൾക്ക് സന്തതിയുണ്ടായില്ല. അവരിരുവരും പ്രായാധിക്യമുള്ളവരുമായിരുന്നു. സഖറിയ അതിന്റെ ശുശ്രൂഷയുടെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ ആചാര്യ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കെ പൗരോഹിത്യം മുറയനുസരിച്ച് അവൻ ധൂപം വയ്ക്കേണ്ടതായ തവണ വന്നു. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം അണയ്ക്കുന്നതായ സമയത്ത് ജനമെല്ലാം പുറത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അപ്പോൾ കർത്താവിന്റെ മാലാഖ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതായി സഖറിയ കണ്ടു. സഖറിയാവിനെ കണ്ട് ഭ്രമിച്ച പരവശനായി മാലാഖ അവനോട് ഇങ്ങനെ പറഞ്ഞു: സഖറിയായേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്ക് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യോഹന്നാനെന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും. അവന്റെ ജനനത്തിൽ പലരും ആഹ്ലാദിക്കും. എന്നാൽ അവൻ കർത്താവിന്റെ സന്നിധിയിൽ മഹാനായി തീരും. അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിക്കും. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും അനുസരിക്കാത്തവരെ നീതിമാന്മാരുടെ ജ്ഞാനത്തിലേക്കും തിരിച്ച് പൂർണ്ണതയുള്ള ഒരു ജനതയെ കർത്താവിന് ഒരുക്കുവാൻ കർത്താവിന് മുമ്പ് ഏലിയ പ്രവാചകന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ അവൻ സഞ്ചരിക്കും. അപ്പോൾ സഖറിയ ദൂതനോട് ചോദിച്ചു: ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണല്ലോ, എൻ്റെ ഭാര്യയും വയോവൃദ്ധയാണ്. ദൂതനുത്തരം പറഞ്ഞു: ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുന്നവനും ഇത് നിന്നെ അറിയിക്കുന്നവനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു. യഥാകാലം നിറവേറുവാനുള്ള ഈ വാക്കുകൾ വിശ്വസിക്കാതിരുന്നതിനാൽ ഇവ സംഭവിക്കുന്നവരെ നീ ഊമനായിരിക്കും. ജനങ്ങൾ സഖറിയായെ കാത്തിരിക്കുകയായിരുന്നു. ദേവാലയത്തിൽ നിന്ന് വരുവാൻ അവൻ വൈകുന്നതോർത്ത് അവർ ആശ്ചര്യപ്പെട്ടു. സഖറിയ പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ അവന് ഒരു ദർശനം ഉണ്ടായെന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിച്ചതേ ഉള്ളൂ. അവൻ ഊമനായി ജീവിച്ചു. ശുശ്രൂഷാകാലം തികഞ്ഞപ്പോൾ അവൻ സ്വന്തം ഭവനത്തിലേക്ക് പോയി. ആ നാളുകൾക്ക് ശേഷം അവന്റെ ഭാര്യ എലിസബേത്ത് ഗർഭിണിയായി 5 മാസം അവൾ രഹസ്യമായി പാർത്തു. മനുഷ്യരുടെ ഇടയിലുള്ളതായ എന്റെ അപമാനം നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. ഇപ്രകാരം ചെയ്തുവെന്ന് അവൾ പറയുകയും ചെയ്തു. അടുത്ത ഞായറാഴ്ച കർത്താവിന്റെ വചനിപ്പ് പെരുന്നാൾ വരുന്നതിന് മുമ്പായി സഖറിയയുടെ അറിയിപ്പിന്റെ ഞായറാഴ്ചയായിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുന്നു. ഡിസംബർ മാസം 25-ാം തീയതി കർത്താവിന്റെ വചനിപ്പ് പെരുന്നാളിന് ശേഷം വരുന്നതായ ജനനപ്പെരുന്നാൾ വരുന്നു. ഇതൊക്കെയും എല്ലാ വ്യക്തികളിലും എല്ലാ സ്ഥാപനങ്ങളിലും ആവർത്തിക്കേണ്ട പ്രതിഭാസമാണ്. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ആവർത്തിച്ചത് വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാൻ തോന്നി നമ്മളെ സമീപിച്ചിട്ടുണ്ടോ? യേശു കുഞ്ഞ് നമ്മൾ ജനിക്കുവാൻ മാലാഖ നമ്മളെ സന്ദർശിച്ചിട്ടുണ്ടോ? ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകേണ്ടതാണ്. നല്ല പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകുവാൻ ദൂതന്മാരെ നമ്മുടെ അടുത്തേക്ക് ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന ദിവസമാകട്ടെ. ദൂതൻ നമ്മളെ സന്ദർശിക്കട്ടെ. അത് തടസ്സമായി നിൽക്കുന്ന ദൂതൻ വെറുക്കുകയും ചെയ്യുന്ന പിശാചുക്കളുടെ ദൂതന്മാരും എല്ലാം നമ്മുടെ അടുത്തുണ്ട്. അവരെ ആദ്യം മാറ്റണം. പിശാചിന്റെ ദൂതൻ നമ്മളിൽ ബോഷ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന് സത്യമാണ് സംസാരിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കേണ്ട ദിവസം, ദൂതനെ ആരാധന സ്ഥലത്ത് കാണേണ്ട ദിവസം, പിഴച്ചുപോയ ദൂതന്മാരാരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട്, അവരെ നോക്കും, നിങ്ങൾ പൊക്കോ, എനിക്ക് സ്വർഗത്തിലെ ദൂതന്റെ ശബ്ദം കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അവരുടെ യാത്ര പോകാൻ ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ ഓർക്കുന്ന ഒരു നല്ല പതിവ് നമുക്കുണ്ട്. അതനുസരിച്ച് ഇന്ന് യോഹന്നാൻ സ്നാപകന്റെ ജനന വാർത്ത അറിയിച്ച ആ അറിയിപ്പിന്റെ ഞായറാഴ്ചയായി നമ്മൾ വേർതിരിച്ചിരിക്കുക. എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഈ പെരുന്നാളുകൾ നമ്മുടെ ജീവിതത്തിൽ
യേശുവിൻ്റെ ജീവചരിത്രം ജീവിതം അന്വർത്ഥമാകാനും സഫലമാകാനുമാണെന്നുള്ള കാര്യം പല പ്രാവശ്യം പറഞ്ഞ ഒരിക്കലൂടെ ഓർപ്പിക്കുകയാണ്. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിലെ ഒരു ചൊല്ലുണ്ട്. സഭ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ചയാണ്. പരിശുദ്ധ കന്യാമറിയാമിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എല്ലാ വിശ്വാസികളിലും തുടരുകയാണെന്നാണ് പറയുന്നത്. അടുത്ത ഞായറാഴ്ച മാതാവിനെ വചനിപ്പുണ്ടായ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി സഖറിയായ്ക്കുണ്ടായ അറിയിപ്പിനെ ഇന്ന് നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ മുന്നോടിയായി വഴിയൊരുക്കാൻ വന്ന യോഹന്നാനെയും ഓർക്കുന്നതായ ആ നല്ല പതിവ് നമ്മൾ ഈ വർഷവും ഇവിടെ ആചരിക്കുന്നു. ഈ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചിട്ടുണ്ടോ? എല്ലാ വ്യക്തികളിലും ആവർത്തിക്കേണ്ട ചരിത്രമാണ് യേശുവിൻ്റെ ജനനവും യോഹന്നാൻ്റെ ജനനവും ഒക്കെ. യോഹന്നാൻ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയായി, ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനത്തെ വ്യക്തിയായി നിലകൊള്ളുന്നു. അങ്ങനെ ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചതായ മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിൻ്റെ വേല ഓരോ പ്രവാചകന്മാരിൽ കൂടെ തുടരുകയായിരുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യർക്ക് ദൈവം കൊടുത്തിരുന്നതായ ആ ദൈവത്തോടുണ്ടായിരുന്നുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയ ആ സംഭവം, പാപത്താലുണ്ടായ വേർപാടിൻ്റെ ഭിന്നതയുടെ അനുഭവങ്ങൾ ഒന്നാം കുടുംബം മുതൽ നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തെ തലയെ ചതയ്ക്കും എന്ന ആ വലിയ വാഗ്ദത്തം നിവർത്തിക്കാൻ വേണ്ടി അനേക തലമുറകളിലൂടെ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കന്യകയെ കിട്ടാൻ കർത്താവ് കാത്തിരുന്നു. ദൈവത്തിൻ്റെ വചനം തള്ളിക്കളഞ്ഞ ഹവ്വയുടെ ശാപം മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന സ്വീകരിക്കുന്ന ഒരു കന്യകയെ കിട്ടാൻ കാത്തിരുന്നു. പ്രവാചകന്മാരെല്ലാം അതിന് വഴിയൊരുക്കിക്കൊണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയായി യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ ഒരുക്കിയ വഴിയിലൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ മാമോദീസായിൽ സ്നാനത്തിൽ യേശു നമ്മൾ ജനിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ജനിച്ചതായ യേശുവിനെ നമ്മൾ വളർത്തുന്നുണ്ടോ? വളർച്ച പൂർത്തിയായോ? ആ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചോ? അതിനു മുമ്പ് യേശു രഹസ്യമായി തിന്മയത്തിൽ നന്മയത്തിൽ നിൽക്കുന്ന പ്രായമായോ? ഇതൊക്കെയും നമ്മൾ പരിശോധിക്കാൻ എല്ലാ വർഷവും ഈ സന്ദേശങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പേരുപേരായി സ്വാഗതം ചെയ്യുന്നു. പുതുതായി വന്നവരെ പുതുതായി സ്വാഗതം ചെയ്യുന്നു. ആവർത്തിച്ച് വരുന്നവരെ ആവർത്തിച്ച് സ്വാഗതം ചെയ്യുന്നു. ഈ സ്വാഗതം ചെയ്യലിൽ ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് ഇന്ന് തരുന്ന സന്ദേശം എന്തായിരിക്കും? ദൈവസന്നിധിയിലെ ദൈവത്തിൻ്റെ ദൂതമായ ദൂതന്മാർ മനുഷ്യരെ സന്ദർശിക്കുന്ന ചരിത്രം നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണണം. ദൈവത്തിൻ്റെ ദൂതവാഹികളായി, സന്ദേശവാഹകരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൂതന്മാർ ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതന്മാരായി സൃഷ്ടിക്കപ്പെട്ട വേറൊരു കൂട്ടം മാലാഖമാരെ ദൈവത്തിൻ്റെ ശത്രുക്കളായിപ്പോയി ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുന്നതായ ദൂതുകളാണ് അവർ നൽകുന്നത്. നമുക്ക് ഏത് ദൂതാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന നല്ല ദൈവദൂതന്മാരുടെ സന്ദേശമാണോ? ദൈവത്തിൻ്റെ ശത്രുവായി പോയ ദൂതന്മാരുടെ ദുരാലോചനകളാണോ നമ്മളെ നയിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവവും പിശാചും നമ്മളെ സമീപിക്കുന്നതും നമ്മളോട് ഇടതുന്നതും ആലോചനകളിൽ കൂടിയാണ്. നമ്മുടെ മനസ്സിൽ ആലോചനകൾ ഉറവെടുത്തുകൊണ്ടിരിക്കുന്നു. ആലോചനകൾ വെള്ളം പോലെയാണെന്ന് സദൃശവാക്യങ്ങൾ 20 നമ്മൾ വായിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചനകൾ വെള്ളം പോലെ ഉറവെടുക്കുന്നു. ഇപ്പോൾ ഹൃദയമാകുന്ന കിണറ്റിൽ ആലോചനകളാകുന്ന വെള്ളം ഉറവെടുത്തുകൊണ്ടിരിക്കുന്നു. ആ ആലോചനകൾ വാക്കുകളായി, പ്രവൃത്തികളായി, ജീവിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിലെ ആലോചനകളുടെ പുറകിൽ പല ആത്മാക്കളുണ്ടാകാം. കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. ഹൈഡ്രജനെയും ഓക്സിജനെയും കാണാനൊക്കെയില്ല, രണ്ടും കൂടെ ചേർന്നാൽ കാണാവുന്നതും കുടിക്കാവുന്നതും തൊടാവുന്ന വെള്ളത്തെ കാണാം. നമ്മുടെ ഹൃദയമാകുന്ന കിണറ്റിൽ ആലോചനകളാകുന്ന വെള്ളം ഉറവെടുക്കുന്നതിൻ്റെ പുറകിൽ ആത്മാക്കൾ പ്രവർത്തിക്കുന്നുണ്ട്.
ദൈവാത്മാവും മനുഷ്യാത്മാവും കൂടെ ചേർന്നാൽ ജീവജലം ഉണ്ടാകും. അത് ജീവകരമായ വാക്കുകളും പ്രവൃത്തികളും ഉളവാക്കും. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനമാകുന്ന ആ വെള്ളത്തെ നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മുടെ വെള്ളവും ദൈവത്തിൻ്റെ വെള്ളവും നമ്മൾ കണ്ടുമുട്ടി ദൈവത്തിൽ നടപ്പിലാകാൻ സാധ്യതയുണ്ട്. വെള്ളങ്ങൾ നിന്നെ കണ്ടു എന്നൊരു വചനമുണ്ട്. നമ്മുടെ ആലോചനകളാകുന്ന വെള്ളം, ദൈവത്തിൻ്റെ ആലോചനകളാകുന്ന വെള്ളങ്ങളെ കണ്ടാൽ ആലോചനകൾ രണ്ടും കൂടെ ചേരാമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പരിശുദ്ധ കന്യമറിയാമിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആലോചനകളാകുന്ന വെള്ളം തൻ്റെ സ്വന്തം ആലോചനകളുമായി പറ്റിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ യേശുക്കുഞ്ഞ് ജനിച്ചു. എലിസബത്തിൻ്റെയും സക്കറിയായുടെയും ജീവിതത്തിൽ ദൈവം കൊടുത്ത ദൂതൻ്റെ ആലോചന അത് യോഹന്നാൻ സ്നാപകനായി ഒരു ശിശുവായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ ഇന്നത്തെ ഹൃദയമാകുന്ന വീട്ടിലെ വെള്ളം സ്വർഗത്തിലെ ലാബറട്ടറിയിലോട്ട് ശകലം സാമ്പിൾ എടുത്തു കൊടുത്താൽ ചെക്കപ്പ് ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഹൃദയത്തിലെ ആലോചനകളാകുന്ന വെള്ളം മുഴുവനും ദൈവാത്മാവും മനുഷ്യാത്മാവും കൂടി ചേർന്നുണ്ടായ വെള്ളമായിരിക്കുമോ, അതോ പിശാചിൻ്റെ ആത്മാവും നമ്മുടെ ദേഹിയും കൂടെ ചേർന്നുണ്ടായ മരണത്തിൻ്റെ ജലമാകുമോ? അപ്പം മരണത്തിൻ്റെയും ജീവൻ്റെയും വെള്ളം ഉളവാകുവാൻ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടെ ഹൃദയത്തിലെ ഉള്ളറയിലുള്ള ഉറവിടങ്ങൾ. സക്കറിയായുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച നമ്മൾ ആ കാര്യം വിവേചിച്ച് പഠിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലെ ആലോചനകളാകുന്ന വെള്ളത്തിന് ദൈവത്തിൻ്റെ ആലോചന ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കഴിവുണ്ട്. ദൈവത്തിൻ്റെ ആലോചനകളെ തള്ളിക്കളഞ്ഞാൽ പിശാചിൻ്റെ ആലോചന ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഈ രണ്ട് സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് വിവേചിച്ചിരിക്കുന്നതെന്ന് സ്വയപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. 1 ദിനവൃത്താന്തം 21 അധ്യായത്തിൽ ഒരു രാജാവിൻ്റെ ജീവിതത്തിൽ ക്ഷാമവും രോഗവും ശത്രുതയും കയറി വന്നത് ഇതിലെവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട്. 1 ദിനവൃത്താന്തം ഫസ്റ്റ് ക്രോണിക്കിൾസ് 21 അധ്യായത്തിൽ ദാവീദിൻ്റെ ഭരണകാലത്ത് ആ രാജ്യത്തെ ക്ഷാമമോ രോഗമോ ശത്രുതയോ വരുന്ന ദൈവകോപം വന്നു എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണ്? ദാവീദിൻ്റെ അടുത്ത് ഒരു പിശാചിൻ്റെ ദൂതൻ വന്ന് ചില ആലോചനകൾ കൊടുത്തു. അപ്പോൾ ദൂതന്മാർക്ക് നമുക്ക് ആലോചന തരാൻ കഴിവുണ്ട്. അത് നല്ല ആലോചനയാകാം, ചീത്ത ആലോചനയാകാം. ചീത്ത ആലോചന തരുന്ന പിശാചും നല്ല ആലോചനകൾ തരുന്ന ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം വരുന്ന ദൂതന്മാരുമുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് പേര് മരിക്കത്തക്കതായ പ്ലേഗ് വന്നതിൻ്റെ പുറകിൽ ദാവീദിൻ്റെ അടുത്ത് ഒരു ദൂതൻ എഴുന്നേറ്റ് നിന്ന് ചില ആലോചനകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഏത് ദൂതനാണെന്ന് ദാവീദ് മനസ്സിലായില്ല. ദാവീദ് പ്രാർത്ഥിക്കുന്നയാളായിരുന്നു, ദൈവശബ്ദം കേൾക്കുന്നയാളായിരുന്നു, ഒരു പ്രവാചകനായും രാജാവായിട്ടൊക്കെ വേല ചെയ്തയാളാണ്, എല്ലാം പ്രാർത്ഥിച്ച് ചെയ്യുന്നയാളായിരുന്നു. പക്ഷെ ഒരു ദിവസം മാത്രം ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ച് വിവേചിക്കാതെ ഒരു ആലോചന സ്വീകരിക്കാൻ ഇടയായി. അതൊരു അപകടമായിരുന്നു. 1 ദിനവൃത്താന്തം 21 അധ്യായം നിങ്ങളൊന്ന് വായിക്കാവോ? നിങ്ങളുടെ കയ്യിൽ വേദോസ്തം ഉണ്ടോ? അനന്തരം സാത്താൻ ഇസ്രായേലിനെതിരായി എഴുന്നേറ്റു. വേറൊരു വേർഷൻ, ഇത് വിശുദ്ധ വേദ ബൈബിള, വേറൊരു വേർഷനും കൂടെ ഒന്ന് വായിക്കാവോ? 1 ദിനവൃത്താന്തം 21 അധ്യായത്തിൽ ദാവീദ് സെൻസസ് എടുക്കാനായിട്ടൊരു തീരുമാനമെടുത്തു. ലോകപ്രകാരം ചിന്തിച്ചാൽ ഒരു നല്ല കാര്യമല്ലേ? സെൻസസ് എടുക്കുന്നതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ജനസംഖ്യ എടുക്കുക രാജാവിൻ്റെ ധർമ്മമാണ്, നല്ലതാണ്, ഒത്തിരി പ്രയോജനമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ആ ജനസംഖ്യ എടുക്കൽ നടന്നതെന്നുള്ള കാര്യം 1 ദിനവൃത്താന്തം 21 വ്യക്തമായിട്ട് ദൈവാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. സാത്താൻ ഇസ്രായേലിനെതിരായി എഴുന്നേറ്റിട്ട് തോന്നിപ്പിച്ചു എന്നാ പറയും. അപ്പൊ തോന്നലുകളെ ശ്രദ്ധിക്കണം. നമുക്ക് പല കാര്യങ്ങൾ തോന്നാറുണ്ട്. തോന്നുന്ന കാര്യം നല്ലതാണെന്ന് തോന്നാം, അതുടനെ അങ്ങ് അത് നടപ്പിലാകാൻ പറയാം, പ്രവർത്തിക്കാം. പക്ഷെ അതിന് ചില അനന്തര ഫലങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തോന്നലുകളെ വളരെയധികം ശ്രദ്ധിക്കണം. അത് ദൈവത്തിൽ നിന്ന് വരുന്ന തോന്നൽ അല്ലെങ്കിൽ ക്ഷാമമോ രോഗമോ ശത്രുതയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷാമം, രോഗം, ശത്രുത, ഈ 3 പ്രശ്നങ്ങളുടെ വിത്തുകളായിട്ടാണ് ആലോചനകൾ വരുന്നത്. പിശാചിൻ്റെ ആലോചന അങ്ങനെയാണ്. എന്നാൽ മനുഷ്യജാതിയെ മുഴുവൻ രക്ഷിച്ച് സന്തോഷിപ്പിക്കുന്ന ആലോചനകളാണ് ദൈവം തൻ്റെ സഹായികളായി നിൽക്കുന്ന മാലാഖമാരോട് പറഞ്ഞ് മനുഷ്യരോട് അറിയിക്കാറുള്ളത്. ഇന്നത്തെ വേദഭാഗത്തിൽ
മാലാഖ എന്ന് പറഞ്ഞ കാര്യം ഒത്തിരി സന്തോഷത്തിന്റെ അനുഭവങ്ങൾ അതിനകത്തുണ്ട്. മാലാഖ പറഞ്ഞ കാര്യം എന്താണ്? ദൈവം അയച്ചതായ മാലാഖ സക്കറിയാവിനോട് പറഞ്ഞത്, സക്കറിയായെ നീ ഭയപ്പെടേണ്ട. നമ്മുടെ ഭയങ്ങൾ നീക്കുന്നതാണ് ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ സന്ദേശങ്ങൾ. പിശാചിന്റെ ആലോചനകളും സന്ദേശങ്ങളും നമ്മളെ പേടിപ്പിക്കുന്നതാകാം. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവദൂതന്മാർ നമ്മളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാളായിട്ട് ഏതെങ്കിലും ദൈവദൂതൻ നമ്മുടെ അടുത്ത് വന്ന് പേടിക്കണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ആരാധന സ്ഥലം അത് കേൾക്കാനുള്ള സ്ഥലമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, ധൂപപ്രാർത്ഥനയുടെ സമയത്താണ് ഈ കാര്യം നടന്നത്. ഇപ്പോൾ ഒരു ധൂപപ്രാർത്ഥന നടത്താൻ പോവുക. ധൂപക്കുറ്റിയിൽ ധൂപം ഇട്ടുകൊണ്ട് നിങ്ങൾ മധ്യത്തിലൂടെ പുരോഹിതൻ വരാൻ പോവുകയാണ്. ആ ധൂപത്തിലൂടെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയണമെന്നുള്ള കാര്യം ഓർക്കും. സക്കറിയ പുരോഹിതൻ ധൂപപ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ മാലാഖ ധൂപപീഠത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതായിട്ട് സക്കറിയ കണ്ടു. സക്കറിയ അവനെ കണ്ട് പേടിച്ചു പോയി. അപ്പൊ ധൂപപ്രാർത്ഥനയിലൂടെ നല്ല ദൂതുകൾ തരുവാൻ മാലാഖമാർക്ക് കഴിയുമെന്നുള്ള കാര്യം ഓർപ്പിക്കും. ഇന്ന് വന്നിരിക്കുന്നവർക്കെല്ലാം ഭയമോ സങ്കടമോ ആകുലതയോ ഉള്ള പല കാര്യങ്ങളുണ്ടാകാം. പക്ഷെ അതിനെല്ലാം പരിഹാരം വരുത്തി നല്ല ആലോചന നമുക്ക് നല്ല ഭാവി തരുവാൻ കർത്താവ് നല്ല സന്ദേശങ്ങളുമായി മാലാഖയെ നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. ആ മാലാഖയുടെ പണി പുരോഹിതന്മാർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യവും മലാഖിയുടെ പുസ്തകത്തിലുണ്ട്. എത്രാം വാക്യത്തിലാണെന്നറിയാമോ? മലാഖിയുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ദൂതന്റെ പണി ആ മാലാഖയുടെ പണി പുരോഹിതന്മാരെ കൊണ്ടും കർത്താവ് ചെയ്യിപ്പിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുരോഹിതന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണം എന്താണ്? പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനായി ദൈവത്തിന്റെ ആലോചന നമ്മളെ അറിയിച്ച് നമുക്ക് നമ്മുടെ പേടി മാറ്റി തരും, അനുഗ്രഹങ്ങൾ വിതരണം ചെയ്തു തരും. അങ്ങനെ നമ്മളെ ദൈവത്തിന്റെ പക്ഷത്താക്കും എന്നുള്ള കാര്യം ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ്. സക്കറിയായുടെ അടുത്ത് വന്ന ധൂപപീഠത്തിന്റെ അടുത്ത് വന്ന മാലാഖ കൊടുത്ത സന്ദേശത്തിലെ സന്തോഷകരമായ വാർത്തകൾ എന്തൊക്കെയല്ല? നിന്റെ ഭാര്യ എലിസബേത്ത് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് വേണം കുഞ്ഞുങ്ങൾ ജനിക്കാൻ. അവർ മഹാന്മാരായിരിക്കും എന്നാണ് പറഞ്ഞത്. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും. നിന്റെ ജനത്തിൽ പലരും ആഹ്ലാദിക്കും. കർത്താവിന്റെ സന്നിധിയിൽ മഹാനായി തീരും. അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവർ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിക്കും. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും അനുസരിക്കാത്തവരെ നീതിമാന്മാരുടെ ജ്ഞാനത്തിലേക്കും തിരിച്ച് പൂർണ്ണതയുള്ള ഒരു ജനതയെ കർത്താവിന് ഒരുക്കുവാൻ കർത്താവിന് മുമ്പേ ഏലിയാ പ്രവാചകന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ അവൻ സഞ്ചരിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ മാലാഖ സക്കറിയാവിനോട് പറഞ്ഞു. അതെല്ലാം അക്ഷരപ്രകാരം നടക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മഹതീമഹാന്മാരായ മക്കളെ വേണോ? നമുക്ക് സന്തോഷം തരുന്ന മക്കളെ വേണോ? അനേക സന്തോഷം കൊടുക്കുന്ന മക്കളെ വേണോ? പൂർണ്ണതയുള്ള ഒരു ജനതയെ കർത്താവിന് ഒരുക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രവാചകനെ നമുക്ക് വേണമോ? വേണമെങ്കിൽ ആരാധന മുടക്കാതെ ധൂപപ്രാർത്ഥന സംബന്ധിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്നത്തെ ധൂപപ്രാർത്ഥനയിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ആ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് പേരൻസ് ഡേ എന്നാണ് ഇന്നത്തെ ദിവസത്തിന്റെ പേര്. മാതാപിതാക്കളെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഓർക്കുന്ന ദിവസമാണ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം ഉണ്ടാകുവാൻ ഭാര്യാഭർത്തക്കന്മാരെ ദൂതന്മാർ സന്ദർശിച്ച് ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഏറ്റുവാങ്ങേണ്ട ദിവസമാണ്. നമുക്ക് ഇങ്ങനത്തെ നല്ല വാർത്തകൾ കേൾക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്നത് പിശാചിന്റെ ആലോചന നമ്മൾ തിരിച്ചറിയാതെ ഉൾക്കൊണ്ടതിന്റെ കെടുതികൾ മാറിയാലേ നല്ല ദൂതന്റെ നല്ല സന്ദേശം നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. 1 ദിനവൃത്താന്തം 21 അധ്യായത്തിൽ നമ്മൾ കേട്ടത് പിശാച് മാലാഖയുടെ ഈ ദാവീദിന്റെ അടുത്ത് കയറി നിന്നപ്പോൾ തോന്നലുണ്ടായെന്നാ പറയും. അപ്പൊ നമ്മൾക്കുണ്ടാകുന്ന തോന്നലുകളുടെ പുറയിൽ ഏതെങ്കിലും ദൂതന്മാരും കൂടി ഉണ്ട്. നല്ല തോന്നലുകളുടെ പുറയിൽ നല്ല ദൂതനുണ്ട്. അപ്പൊ സക്കറിയായ്ക്ക് കൊടുത്ത ഈ നല്ല സന്ദേശങ്ങളുടെ പുറയിൽ ഒരു ദൂതൻ ധൂപപീഠത്തിന്റെ അടുത്ത് വന്ന് നിന്നതേ ഉള്ളൂ.
നിന്ന് കഴിഞ്ഞപ്പോൾ പറയാനുള്ള മാധ്യമം ഉണ്ടായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷാമമോ രോഗമോ ശത്രുതയോ വരുത്താൻ ആഗ്രഹിക്കുന്ന പിശാച് നമ്മുടെ അടുത്ത് വന്നു നമുക്ക് പല പ്രേരണകൾ തരാൻ സാധ്യതയുണ്ട്. നമുക്കുണ്ടാകുന്ന എല്ലാ തോന്നലുകളും പ്രേരണകളും ഏത് ആത്മാവിൻ്റേതാണെന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് പല ഇമെയിലുകൾ വരാറുണ്ട്. പക്ഷെ ചിലത് വൈറസ് കയറിയതായിരിക്കും. വൈറസ് ഉള്ളതായ ഇമെയിൽ സന്ദേശങ്ങൾ കമ്പ്യൂട്ടറിനെ മുഴുവൻ തകർത്ത് കളയും. അതിനെ അതിജീവിക്കണമെങ്കിൽ ആൻറ്റി വൈറസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കയറ്റിയിരിക്കണം. അതെല്ലാ ദിവസവും പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ പ്രോഗ്രാമിനെയും ചെക്കപ്പ് ചെയ്യുന്ന ആൻറ്റി വൈറസ് എന്ന് പറഞ്ഞ പോലെ എല്ലാ ആലോചനകളെയും എല്ലാ തോന്നലുകളെയും ചെക്കപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ പൂർവികരും വൈറസ് കയറിയ കമ്പ്യൂട്ടർ പോലെ തകർന്നു പോയതാകാം. ആദ്യമായി ഹവ്വായുടെ കമ്പ്യൂട്ടറിലാണ് വൈറസ് കയറിയത്. ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ പ്രതാപത്തിൻ്റെയും ആലോചനകൾ ഹവ്വയുടെ കണ്ണിൽ കൂടെയും കാതിൽ കൂടെയൊക്കെയും കടത്തിവിടാൻ പിശാച് ജയിച്ചു. പിശാച് വൈറസ് കടത്തിവിടുന്ന ഒരാളിനെ പോലെ ഏദൻ തോട്ടത്തിൻ്റെ വെളിയിലുണ്ടായിരുന്നു. ഹവ്വയ്ക്ക് വിലക്കപ്പെട്ട ആ പഴത്തോട് താല്പര്യമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഹവ്വയ്ക്ക് ഏറ്റവും അധികം താല്പര്യം ഉണ്ടായിരുന്ന കളിത്തോഴനായിരുന്ന പാമ്പിനകത്ത് കയറി. ഹവ്വയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വളർത്തു ജീവിയായിരുന്നു പാമ്പ്. ആ പാമ്പ് ഒരു നല്ല കളിത്തോഴനെ പോലെ രണ്ടു കാലം നടക്കാൻ കഴിയുള്ള സുന്ദരനായ ഒരു പുരുഷനെ പോലെ ആയിരുന്നു എന്നാ പറയുന്നത്. ശാപം കിട്ടിയതിന് ശേഷം അവൻ എഴയാൻ തുടങ്ങിയത്. പിശാച് വെളിയിൽ നിന്നുകൊണ്ട് ഹവ്വയ്ക്ക് പാമ്പിനോട് താല്പര്യമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പാമ്പിനകത്ത് കയറി. പാമ്പിൽ കൂടെ വളരെ കൗശലമായി സംസാരിച്ചു. വളരെ വിദഗ്ധമായ രീതിയിൽ വിലക്കപ്പെട്ട പഴം കാമ്യമാക്കി ദൈവത്തിൻ്റെ വചനങ്ങൾ തള്ളിക്കളയാൻ തോന്നി. ദൈവത്തെയും ഭർത്താവിനെയും അവിശ്വസിക്കണമെന്ന് തോന്നി. സ്വന്തം ഇഷ്ടപ്രകാരം ആ വിലക്കപ്പെട്ട പഴം തിന്ന് തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുള്ളൊരു ആസക്തി അവിടെ ഉണ്ടാകുക. അങ്ങനെയാണ് ആദ്യമായി ഹവ്വയുടെ കമ്പ്യൂട്ടർ വൈറസ് കയറി തകർന്നുപോയി. അതിനെ പിന്നെ നന്നാക്കിയെടുക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഹവ്വയുടെ കൊച്ചുമകനായി ആദാമിൻ്റെ ഹവ്വയുടെയൊക്കെ കൊച്ചുമകനായി മറിയാമിൽ നിന്ന് യേശു ജനിച്ച് പാതാളം വരെ പോയി ഇതിനെല്ലാം ആൻറ്റി വൈറസ് കയറ്റി ഇതെല്ലാം ക്ലീനാക്കി വരാൻ വർഷങ്ങൾ ഒത്തിരി എടുത്തു. അപ്പം ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജിലും ആത്മാക്കളുടെ ഭാഷയുടെ വെള്ളത്തിൻ്റെ ഭാഷയിലൊക്കെ നിങ്ങളോട് ഇത് പറഞ്ഞത് നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ പിശാചിന് വൈറസ് കയറ്റാൻ വളരെ എളുപ്പമാണ്. എല്ലാം ചെക്കപ്പ് ചെയ്തിട്ട് സകലതും ശോധന ചെയ്തും അല്ലത് മുറുകെ പിടിച്ചുകൊള്ളണമെന്നൊരു വചനം അപ്പോസ്തലനായ പൗലോസ് നമുക്ക് തരുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5:21 ഒന്ന് വായിക്കാവോ? 1 തെസ്സലോനിക്കർ 5:21 നമ്മളെ വഞ്ചിക്കുന്ന അനേക പ്രലോഭനങ്ങളും പരീക്ഷകളും ശോധനകളും ആലോചനകളും ചിന്തകളും വരുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. സകലതും ചെക്കപ്പ് ചെയ്യണം. സകലതും ശോധന ചെയ്ത് നല്ലത്. എന്നിട്ട് പിന്നെ എന്നാ അതിൻ്റെ കൂടെ സകലവിധ തിന്മയിൽ നിന്ന് അകന്ന് നിൽപ്പീൻ. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നന്മയുടെ രൂപത്തിൽ വരുന്ന തിന്മയുണ്ട്. അതിനെ മനസ്സിലാക്കാൻ വലിയ വിഷമം. മാലാഖയെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നല്ലോ. സാധാരണ മാലാഖയുടെ ഒരു വികൃതമായിരിക്കും, പ്രാകൃതമായിരിക്കും, കൊമ്പും തലയൊക്കെ ഉള്ള രീതിയിലാണ് ചിത്രീകരിക്കുന്നില്ലേ. വളരെ വികൃതമായ രൂപമാണ് പിശാചിനുള്ളത്. നമ്മൾ കണ്ടാൽ പേടിച്ചു പോകും. എന്നാൽ വലിയ ദൈവഭക്തന്മാരുടെ അടുത്ത് പിശാച് വരുന്നത് വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ വരുമെന്നാണ് പറയും. തിരിച്ചറിയാൻ വിഷമമാണ്. അത് എവിടെയാണ് വാക്യമെന്നറിയാവോ? വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ പിശാച് വന്ന് ഭക്തന്മാരെ പരീക്ഷിക്കാനും കളിപ്പിക്കാനും സാധ്യതയുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ പോലെ പ്രകാശമുള്ളതെല്ലാം നല്ലതാകണമെന്നില്ല. പ്രകാശദൂതൻ്റെ വേഷത്തിൽ പിശാചിന് വരാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ വളരെ പേടിപ്പിക്കേണ്ട കാര്യമാണ്. സ്വന്തം വിവേകത്തിൽ ഒരിക്കലും ഊന്നരുത്. എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ വിചാരിച്ചാലും അത് ദൈവികമാണോ എന്ന് നല്ലവണ്ണം ചെക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സമയമെടുത്ത് നന്മയെ സ്വീകരിപ്പാൻ തിന്മയെ തള്ളാനുള്ള പരിശീലനം ആവശ്യമാണെന്ന് പറയുന്നു. ദാവീദിന് അതിലബദ്ധം പറ്റി. ദാവീദിന് എന്ത് പറ്റി? ദാവീദിൻ്റെ കൂടെ ഒരു പിശാച് കയറി നിന്നു. അത് വെളിച്ച ദൂതൻ്റെ വേഷത്തിലാണ് നിന്നത്. അതുകൊണ്ട് ദാവീദിനെ ജനങ്ങളെ എണ്ണി നോക്കണമെന്നത് ദൈവഹിതമാണെന്നൊക്കെ തോന്നി. അതിനൊത്തിരി ന്യായങ്ങൾ പറയാനുണ്ട്. രാജാവല്ലേ, ഇതൊക്കെ നോക്കി തന്നെ ചുമതലയല്ലേ എന്നൊക്കെ തോന്നി. പക്ഷേ അത് അന്നേരം ആവശ്യമില്ലായിരുന്നു. അത് പിശാച് കൊടുത്ത ഒരു തന്ത്രപൂർവമായ ആലോചനയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിശാച് കൊടുത്ത ആലോചന നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ
അത് ക്ഷാമം, രോഗം, ശത്രുത ഇവ ഉണ്ടാക്കുവാൻ പര്യാപ്തമായി തീർന്നു. 9 മാസം കൊണ്ടാണത് പൂർണ്ണതയിൽ എത്തിച്ചേർന്നത്. ഇപ്പം മോഹം ഗർഭം ധരിച്ച് പാപത്തെയും പാപം എടുത്തിട്ട് മരണത്തെയും പ്രസവിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിൽ മരണത്തിന്റെയും നാശത്തിന്റെയും രോഗത്തിന്റെയും ബീജങ്ങൾ, അതിന്റെ രോഗാണുക്കളെ കുത്തിവെക്കുവാൻ പിശാചിന് കഴിവുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഏത് വിചാരവും ഏത് വികാരവും സ്വയപരിശോധന ചെയ്ത് വചനപ്രകാരം ശുദ്ധീകരിച്ചിട്ട് നല്ലത് മാത്രം ഉൾക്കൊള്ളണം. തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ കർത്താവ് ധൈര്യം തേനും കൊണ്ട് ഉപജീവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു കാലം നമുക്കുണ്ട്. അങ്ങനെ നമുക്ക് നന്മയുടെ വിത്ത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ പുണ്യ പുഷ്പങ്ങളെ, ദൈവത്തിന്റെ ആലോചനകളാകുന്ന ആ പൂമ്പൊടി ഉൾക്കൊള്ളുന്ന പുണ്യ പരാഗണത്തിന് നമ്മളെ ഒരുക്കുവാൻ സാധിക്കുമെന്നുള്ളതും നമുക്ക് പ്രത്യാശിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് സക്കറിയായുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച ദിവസത്തിൽ സക്കറിയായ്ക്ക് കിട്ടിയതായ നല്ല ആലോചനകൾ മഹാനായ ഒരു മകനെ, ഗർഭത്തിലെ ആത്മനിറവുള്ള ഒരു മകനെ ലഭിക്കാനിടയാക്കി. അതുപോലെ നമ്മുടെ വരാൻ പോകുന്ന തലമുറ ആത്മനിറവുള്ള മഹദി മഹാന്മാരായി കർത്താവിന് രണ്ടാമത്തെ വരവിന് വഴിയൊരുക്കുന്നവരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പൂർവികരോ പിശാചിന്റെ ആലോചനയെ തെറ്റിദ്ധരിച്ച് ഉൾക്കൊണ്ട് അത് ക്ഷാമവും രോഗവും ശത്രുതയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനോട് യാത്ര കുറവാൻ, ആ ശാപങ്ങൾ തീരുവാൻ ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്താൻ പോവുക. വാങ്ങിപ്പോയവരെയൊക്കെ നമ്മൾ ഓർക്കുന്ന, അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്ന് വാങ്ങിപ്പോയവരെ വല്യമ്മച്ചി ഓർക്കുന്ന ദിവസമായി. ഒരു സാറാമ്മ കുര്യൻ 92 വയസ്സ് 40-ാം ജന്മദിനം നടത്തുകയാണ്. വിശുദ്ധ കുർബാനയിൽ ഓർക്കണമെന്നുള്ളതായ ആ വീട്ടുകാരുടെ പ്രാർത്ഥനയനുസരിച്ച് ആ ഓർമ്മയും കൂടെ ഇപ്പോൾ നടത്തുകയാണ്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ തലമുറക്കാർക്ക് പറ്റിയ അബദ്ധം പരിഹരിക്കാനാണ് ഈ തലമുറ നമ്മൾ നിലകൊള്ളുന്നത്. അങ്ങനെ നമ്മുടെ പാപശാപരോഗങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഈ ധൂപപ്രാർത്ഥന ഉതകട്ടെ എന്ന് ആശംസിച്ചിട്ട്, നല്ല സ്വഭാവമുള്ള മഹദി മഹാന്മാരായ മക്കളുണ്ടാകുവാൻ കുടുംബത്തിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഓർത്തുകൊണ്ട് ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തുകയാണ്. സക്കറിയ പുരോഹിതനെ ഓർത്തുകൊണ്ട്, എല്ലാ പുരോഹിതന്മാരെ ഓർത്തുകൊണ്ട് ഇപ്പോൾ ഈ ധൂപപ്രാർത്ഥന നടത്തുകയാണ്. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്നാസൻ മൂലം
Amen.
എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമുഖങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവ്യാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. ആരാധനയ്ക്ക് വിവാഹം കഴിഞ്ഞ് ആദ്യമായി വന്ന മണവാളനെയും മണവാട്ടിയെ സ്വീകരിക്കുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ് അനുഭവം മുമ്പോട്ട് വന്ന് മധുരം വാങ്ങിച്ച് അവരുടെ ഈ പുതുതായിട്ടുള്ള വരവിനെ നമുക്ക് ഒന്നിച്ചേർന്ന് അവർക്ക് അനുമോദനം നൽകുക എന്നാണ്. അതിനുശേഷം കുർബാന നിർവഹിക്കാനുള്ള കാര്യം. എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. രക്ഷകനോര ചെയ്ത Vithi Nada
ശരീരങ്ങൾ രക്ഷകനെ നൽകാൻ പരിഹാരം നേടി നിശ്ചയമായ ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം അന്ത്യത്തിലെ ഞങ്ങൾ വിധിയെ തീടരുതേ. അവമൈരക്തങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ. നിന്മയിരക്തങ്ങൾ ഞങ്ങൾക്കാചാരം തന്നതിനാൽ വിധിയിൽ ആദാ ചേർക്കരുതേ. നാം ശബ്ദോയബ്ദി പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവൻ ഞങ്ങളുടെ പുനരുദ്ധാനത്തിൽ ഞങ്ങൾക്ക് നിത്യമായ പുതുക്കത്തിന് വേണ്ടിവരുവാനുമായ ദൈവപുത്ര ബാബുരിയാരെന്ന് എഴുതുന്ന നേരിടുന്ന ദാസർക്ക് ബാബുരിയാരെന്നുമാറാകണമേ. ദൈവമായ കർത്താവേ, കടന്നുള്ളവരിയാരും ഭാവങ്ങളുടെ മുതലത്തിലും ഞങ്ങൾ ആദ്യമായുള്ളവരും ഭാഗങ്ങൾ മുഖപ്രസരിക്കുമായിട്ട് വിലയേറിയ നിന്റെ തിരു ശരീരത്തിൽ അനുഭവിച്ച നിന്റെ ആരാധന ഈ സമയത്ത് അതിശമായിട്ട് ഇതിനെ കൊടുക്കുന്നവരുടെയും ഇത് അനുഭവിക്കുന്നവരുടെയും പരിശോധിച്ച് ബന്ധപ്പെട്ടവർ സംബന്ധിക്കുന്നില്ല അവിടെ ഉണ്ടായിരിക്കണമേ. ദൈവത്തിനാണ് ഞങ്ങളുടെ കാര്യം അവിടെ രണ്ട് ലോകങ്ങളിൽ തോന്നിയേക്കും തിരിയപ്പെടുമാറാകണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. എല്ലാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ ഉയർപ്പോണ്ടേ തന്നെ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത അവിടുത്തെ മഹാകരണത്തെ ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ രഹസ്യങ്ങളെ അനുഭവം പോലെ ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുത്. പിന്നെയോ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ആദ്യമുള്ളവരുടെ ആത്മാക്കളോടെ അവരെയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ മിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന് സ്തുതി സ്തോത്രവും സമർപ്പിക്കും. അതിപ്പോഴും എപ്പോഴും നന്നേക്കും തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലമുനിക്കണം. ഞങ്ങളുടെ ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന വലിയവനും വിശ്വനീയനുമായ ദൈവമേ, ദൈവം ഞങ്ങൾക്ക് ചെയ്യണത്. ഞങ്ങൾ നിത്യം നിന്നെ ജനകനാം പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. വന്ധ്യമണിയോ തീക ശുഭായൊരു മാതാകാൻ സന്തതയാചന സക്കറിയാതൻ വീട്ടിലുയർന്നു. അവിവർ ചെയ്യും പ്രാർത്ഥനയേതും പാഴാകില്ല. വൃഥതയാർന്നോൾ ഗർഭിണിയായിടുമെന്നാൻ ദൂതൻ. അത്ഭുതവചനം മനസ്സിലുയർത്തിയ സന്ദേഹത്താൽ സുതനുളവാം വരെ സക്കറിയ മുഴുമൗനം പൂണ്ടാൻ. തന്തനയനു വഴികാട്ടാൻ ഇവനെ നൽകിയ നാദ നിന്ദിതമതുപോൽ കാക്കുക ഞങ്ങളെ നിന്ദിരു സഭയിൽ. സഹോദരങ്ങളെ, കർത്താവിന്റെ ഭാവരിയാരെന്ന് വലിയെടുത്തു തന്നു. ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭരണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തത്വത്തിന്റെ പ്രവൃത്തിയും അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പ്രകടിപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥന്മാരെ സമയത്തിനുമാകും ദൈവമായ ആലോചിക്കപ്പെട്ടവരും പരിശുദ്ധമാമോദീസാമായ ബന്ധപ്പെട്ടവരും ഈ പരിശുദ്ധാഭ്യസം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഭാവങ്ങളും നോക്കി നിങ്ങൾ വാങ്ങിയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ജനബലത്തിനും ഭാവിയുമായിരിക്കും ദാസം നിങ്ങൾ വാക്കാക്കണേ സ്വയം പ്രാപിക്കുമാറാകട്ടെ നിങ്ങൾ സന്തോഷിച്ചാണ് സമാധാനത്തോടെ പോവുകയും എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. മനമേ യഹോവയെ വാഴ്ത്തുക. നല്ല ആലോചന ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളിലേക്ക് ദുരാലോചനയും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വയത്തിലേക്ക് കയറി പിടിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ട സ്വഭാവം കൊണ്ടുവരുന്ന സാധാരണ ദൂതനില്ല കർത്താവെ. ഞങ്ങളിൽ നിന്നും ദുരീകരിച്ചിട്ട് കർത്താവെ പൂർണ്ണമായി കർത്താവിന്റെ ദൂതനെ ഞങ്ങൾക്ക് തന്നു കർത്താവെ. നല്ല മലാഖ് ഞങ്ങളുടെ അടുക്കൽ വരുവാൻ നല്ല ദൂതൻ കടന്നു വരുവാൻ കർത്താവെ. ഞങ്ങളെല്ലാം അശുദ്ധമായ എല്ലാ ദൂതനെയും ഞങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ ദൂതനെ മാത്രമേ ഇതാ ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ ആലോചനകൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞല്ലാത്ത എല്ലാ ആലോചനകളും ഞങ്ങൾ പൂർണ്ണമായി ഇവിടെ പറയുന്നു കർത്താവെ. ദാവീദിന്റെ അടുക്കലേക്ക് കർത്താവെ ഒരു നിമിഷം ആ തോന്നലുകളെ കർത്താവെ അവിടുന്ന് സാത്താൻ പല തോന്നലുകളും ഉള്ളൂ. സാത്താന്റെ വേഷം ധരിച്ച് സാത്താന്റെ ദൂതൻ വന്നപ്പോൾ കർത്താവെ സാത്താനെ തിരിച്ചറിയാൻ സാധിക്കാതെ കർത്താവെ ദാവീദ് ജനത്തെ എഴുന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും ഏത് ദൂതനാണെന്ന് തിരിച്ചറിയാതെ പലപ്പോഴും ഞങ്ങൾ പല തീരുമാനങ്ങളും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ തീരുമാനങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ആരാണ് ദൂത് ആരുടെ ദൂതാണ് എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ആ ദൂതം പ്രകാരം ഞങ്ങൾ ജീവിച്ചതുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പല വീഴ്ചകളും കർത്താവെ പല നഷ്ടങ്ങളും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ ഞങ്ങളുടെ അടുത്ത് വരാൻ കഴിയാതെ പോയെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിനെ പോലെ കർത്താവെ ഞങ്ങൾ കർത്താവെ പലരെ എണ്ണേണ്ട അവസ്ഥയിൽ എണ്ണിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്യേണ്ടാത്ത ചെയ്തിട്ടുണ്ട്, കേൾക്കേണ്ടാത്ത കേട്ടിട്ടുണ്ട്, പറയാത്തത് പറഞ്ഞിട്ടുണ്ട്, പോകേണ്ടാത്തത് പോയിട്ടുണ്ട്. എല്ലാ കാര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഈ സാത്താൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് അത് ദൂതനെ പോലെ പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ തോന്നൽ ശരിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. വെളിച്ചപ്പാടത്തെ പോലെ കർത്താവെ പത്രോസിന്റെ അടുക്കൽ വെളിച്ചപ്പാടത്ത് വന്നപ്പോൾ അത് തിരിച്ചറിഞ്ഞതിനെ സാക്ഷിക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ അടുക്കൽ പലപ്പോഴും പല ദൂതുകളുമായിട്ട് കടന്നു വരുന്നവർ ആരാണെന്നും എന്താണെന്നും തിരിച്ചറിയാൻ കഴിയാതെ സാക്ഷിക്കാൻ കഴിയാതെ അതിനോട് കൂട്ടി നിന്നതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് വീണുപോയി എന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവെ
കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സ്വാതന്ത്ര്യം നല്ലത് മുറുകെ പിടിക്കണമെന്ന് പഠിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മറന്നുപോയി. ഞങ്ങൾ കർത്താവ് എല്ലാ സ്വാതന്ത്ര്യം ചെയ്യാനും നല്ലത് മുറുകെ പിടിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസ്ഥകളും ഞങ്ങൾ വെട്ടിപ്പിരിക്കുന്നവരാണെന്ന് സമ്മതിക്കുന്നതുകൊണ്ട് ഇന്നു മുതൽ ഞങ്ങൾ എല്ലാ സ്വാതന്ത്ര്യം നല്ലത് മുറുകെ പിടിച്ച തിന്മയോട് എതിർത്ത് നിന്ന് നല്ല തിന്മ ചെയ്യിക്കാനുള്ള തന്നെയാണ് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യ മാതാപിതാക്കളായ ഹൗവായെ പല തോന്നലുകൾ കർത്താവ് ദൂതൻ വന്ന കർത്താവ് സാധാരണ ദൂതൻ വന്നപ്പോൾ അത് വിശ്വസിച്ച് അപ്രകാരം ചെയ്തുകൊണ്ടാണ് കർത്താവ് പുറന്തള്ളപ്പെട്ടതായി തീർന്നത് കർത്താവ്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യ മാതാപിതാക്കളുടെ സ്വഭാവമുണ്ട്. അത് ആ ദൂതനെ പൂർണ്ണമായി ഞങ്ങൾ ഇവിടെ പറയാൻ പറ്റപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണം. പാവമോ കർത്താവ് മോഹം ഗർഭം ധരിച്ച് പാവം കൊടുത്ത് മരണത്തെ പ്രസവിക്കുന്ന ഒരു പ്രസവം മുറയായി ഞങ്ങളുടെ ജീവിതം മാറിപ്പോയിരിക്കുന്ന അവസ്ഥ കർത്താവ് ഞങ്ങളോട് അവിടുന്ന് പൂർണ്ണമായി എന്നോട് വിട പറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് ഞങ്ങൾ വസിക്കുന്നവരായി മാറണം. ദൈവാത്മാവിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ചിന്ത ഞങ്ങളുടെ ചിന്തയായി മാറ്റിവെട്ടണം കർത്താവ്. അതുകൊണ്ട് കയ്യിലും തേനും ഉപജീവിച്ച് കർത്താവ് പ്രായമാകുമ്പോൾ കയ്യിലും തേനും ഉപജീവിച്ചതുപോലെ കർത്താവ് തിന്മ തള്ളാനും നമ്മെ ജയിച്ചെടുക്കാനും കർത്താവ് പ്രായമാകുന്നത് വരെ കാത്തിരുന്നത് പോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പിന്റെ അനുഭവം വന്നിട്ട് അങ്ങനെ ഞങ്ങൾ കർത്താവ് വിശുദ്ധന്മാരായി തീരുവെന്ന കർത്താവ് വിശുദ്ധനും വിശുദ്ധികളുമായി മാറുവാൻ്റെ കർത്താവ് ഞങ്ങളിലേക്ക് പരിശുദ്ധിയുടെ അനുഭവം കടന്നു വരുന്ന കർത്താവ് ഞങ്ങൾക്കൊരു കാത്തിരിപ്പിന്റെ അനുഭവം തന്നെ കർത്താവ് ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടല്ല ഉപേക്ഷിക്കുവാനും കളയേണ്ടല്ല കളയുവാനും ദൈവവചനത്തുവാനും ജീവിക്കുവാനും ഞങ്ങളെ തന്നെ സ്വാഗതം ചെയ്യുവാനും ഞങ്ങളെ കർത്താവ് സെക്രട്ടറി പോലെ എലിസബത്തിനെ പോലെ കർത്താവ് അവിടുന്ന് ഞങ്ങളോട് കർത്താവ് സംസാരിക്കുവാൻ കർത്താവ് അവിടുന്ന് കർത്താവ് ആ സെക്രട്ടറി രോഗത്തിൽ വിട്ടു തന്നതുപോലെ ദുഷ്കരമായിരുന്നതുപോലെ തന്നെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് വിട്ടു തരുവാനും കർത്താവ് മൂന്ന് കേൾക്കുവാനും മൂന്ന് അനുസരിക്കാതിരുന്നപ്പോൾ മൗനമായിരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ കർത്താവ് ദൈവത്തിന്റെ മൂന്ന് ഞങ്ങൾ പലപ്പോഴും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ഇന്നത്തെ പ്രശ്നത്തിന് കാരണം. രോഗക്ഷാമ ശത്രുത കയറി പിടിച്ചു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുസരണക്കേടുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ഞങ്ങൾക്ക് നല്ലൊരു മാതാപിതാക്കളിൽ നിന്ന് ആ സെക്രട്ടറി രോഗത്തിൽ നിന്നും എലിസബത്തിൽ നിന്നും ജനിച്ചവരുടെ രോഗനാണ് കർത്താവിന് വഴികാഴ്ച എത്തുന്നത് പോലെ ഞങ്ങൾ ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച അശുദ്ധികൾ മാറാത്തതുകൊണ്ട് ഞങ്ങൾ പലർക്കും വഴിമുടക്കുകളായി മാറിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. കർത്താവ് ആ വഴിമുടക്കുകളായിരിക്കുന്ന അവസരം വന്ന് കർത്താവ് ഞങ്ങൾ വഴി ഒരുക്കി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ പെരുവഴിയിലേക്ക് വെള്ളങ്ങൾ ഞങ്ങളെ കണ്ടു വെള്ളങ്ങൾ അങ്ങനെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് വെള്ളങ്ങൾ ഉണ്ടാക്കി ആ വെള്ളത്തിലേക്ക് നോക്കി ബുദ്ധിമാൻ ജീവയാത്ര നിലനിർത്താവുന്ന അവിടുന്ന് കർത്താവ് ഞങ്ങൾ ആ വെള്ളങ്ങൾ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരം പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ സഹായിക്കണം. അതുകൊണ്ട് യേശുവിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ ഭരിക്കണം. ആത്മാവിനെ നിങ്ങളായിരിക്കും ഞങ്ങൾ ഇടയാക്കണം. ശത്രുവിന്റെ എല്ലാ തിന്മകളും പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും എല്ലാത്തിനോടും വിട പറഞ്ഞിട്ട് ദൈവത്തിനായിരിക്കും പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ദൈവത്തിന് മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാവും. ദൈവത്തില്ലാത്ത എല്ലാ കാര്യത്തിലും ഞങ്ങൾ പൂർണ്ണമായി എടുത്തു കളയുന്നു. കർത്താവിനെ മാത്രം ഞങ്ങൾക്ക് മതി. യേശുവിനെ അല്ല ഞങ്ങൾക്ക് കാര്യം വേണ്ട, ഒന്നിനെ വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി. തരുന്നത് മധുരമായിക്കോട്ടെ കയ്പായിക്കോട്ടെ അത് മതി. അതിനായി പൂർണ്ണമായി ഞങ്ങളെ വിട്ടുതരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മുഖപക്ഷമില്ലാതെ എല്ലാ കർത്താവിനോട് ചോദിച്ച് കർത്താവ് തന്നെ ചെയ്തതുപോലെ കർത്താവിന്റെ ശരീരവും രക്തവുമായി ഞങ്ങൾ മാറുവാനും ഞങ്ങൾ കർത്താവിന് മുറിക്കപ്പെടുവാനും അറിഞ്ഞപ്പെടുവാനും കർത്താവ് വാഴ്ത്തപ്പെടുവാനും കൊടുക്കപ്പെടുവാനും ഞങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങളെ മുഴുവനായി കർത്താവിന് തന്നിട്ട് കർത്താവിനെ ഞങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുവാൻ അതുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായി വിട്ടുതരുന്നു. കർത്താവിന് സന്തോഷിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന